ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് പൊട്ടറ്റോ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മസാല ദോശയ്ക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായി കുക്കായി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഉപ്പ് വെജിറ്റബിൾസിലൊക്കെ പിടിക്കുന്ന വിധത്തിലൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മിക്സായി ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് നന്നായി കുക്കായി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിത് ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനെ വേറൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ ഇതിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുകൂടി നമുക്ക് മസാല ദോശേൻ്റെ കൂടെ ആകുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചൂടാം. അപ്പോൾ ഞാനിവിടെ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് നൈസായിട്ടുള്ള ദോശയാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ദോശ ഒന്ന് നന്നായി നൈസായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കതിനൊന്ന് മറിച്ചിടാം. ഒന്നുകൂടി അവിടേക്കൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറിച്ചിടുന്നത്. അതിന് ശേഷം അതിനെ വീണ്ടും തിരിച്ചിടാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ദോശൻ്റെ 2 സൈഡും ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് 2 സൈഡും മടക്കിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ ഒരു സൈഡും കൂടി മടക്കിയിട്ട് മറ്റേ സൈഡും ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് ആക്കാം. പക്ഷെ ഞാൻ ഫോൺ കയ്യിലെടുത്ത കാരണം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഇതുപോലെ ഒന്ന് തിരിച്ചിടാം. അതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടൊന്ന് മടക്കി ഒരു സ്ക്വയർ ടൈപ്പിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അടുത്ത ദോശ ഇവിടെ ചുട്ടിട്ടുണ്ട്. അതും സെയിം ആയിട്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരവും രാവിലെയൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.